ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു കോളേജ് വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹായ് ഗായ്സ്, ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. കാരണം ഞങ്ങളുടെ മിസ്സിന്റെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു. സെലിബ്രേറ്റ് ചെയ്യാൻ മിസ് വരുമോന്ന് അറിയില്ല. കേക്ക് മേടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഗായ്സ്. നമ്മൾ 50 രൂപ വെച്ച് എല്ലാവരും ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് നല്ലൊരു വലിയ 50 രൂപ ഇട്ടു. അപ്പൊ നമ്മള് മിസ്സിന്റെ ബർത്ത്ഡേ വ്ളോഗും കൂടെ എടുക്കാം. പിന്നെ നമ്മൾ തേർഡ് പീരീഡ് തൊട്ട് ക്ലാസ്സിലായിരുന്നു, നമ്മുടെ കമ്പൈൻ ക്ലാസ് ആയിരുന്നേ. അപ്പം ഞങ്ങൾ മിസ്സ് പഠിപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ മൊത്തം അവിടെ ചെയ്യുന്നത് വേറെ പല കാര്യങ്ങളുമാണ്. നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാൻ നമ്മൾ ഫുൾ അലമ്പാട്ടോ. മിസ്സ് അവിടെ ഇരുന്ന് കസേരയിൽ ഇരുന്നുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ഇത്രയൊക്കെ ഫോൺ വെച്ച് കാണിക്കുകയാണെങ്കിൽ മിസ്സിന് കാണാൻ പറ്റത്തില്ല. നമ്മുടെ ക്ലാസ്സിലുള്ള ഫസ്ന കേക്ക്, അപ്പുറത്തിരിക്കുന്ന സാന്ദ്ര സബു. അപ്പോൾ ഞങ്ങൾ മിസ്സ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങളിവിടെ ഇടം കണ്ടിട്ടൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ, മിസ്സ് നോക്കുന്നുണ്ടോ. ഞങ്ങൾ ലിപ്സ്റ്റിക്ക് ഇടാനായിട്ട് നോക്കുവാണ്. അപ്പോൾ ഇതാണ് ഹന്നയ്ക്ക് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾക്കും ഉണ്ടോ ഗൈസ് ഇങ്ങനത്തെ ഫ്രണ്ട്സ്? അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയാണോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. ക്ലാസ്സിൽ മിസ്സ്, ഇത് മിസ്സല്ല, ഇത് വേറൊരു കുട്ടി വായിക്കുവാണ്. മിസ്സ് ഇത് തൊട്ടിപ്പുറത്തിരിപ്പുണ്ടേ. ഇപ്പം കാണിക്കും. ഇവിടെ ഒരു കണ്ണാടി വെച്ചൊരു മിസ്സ്, അതാണ് മിസ്സ്. അവിടെ മിസ്സ് ഇരുന്ന് പഠിപ്പിക്കുന്നുണ്ട്. മിസ്സ് കാണാൻ ഒരു ചാൻസ് ഇല്ല ഞങ്ങളിവിടെ കാണിക്കുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഞാനിനി കണ്ണിൻ്റെ ഇടാൻ ശ്രമിക്കുക കേട്ടോ. എന്തൊക്കെ ഞങ്ങളവിടെ കാണിക്കുന്നത്. ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഞങ്ങളിങ്ങനെ കാണിക്കുക എന്ന് വെച്ചാൽ മനഃപൂർവ്വം നമ്മൾ അലമ്പെടുക്കുമല്ല കേട്ടോ. നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് വന്നു പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് കണ്ണാടി കൊണ്ടെടുത്തത്. ഇപ്പുറത്തിരിക്കുന്ന ഒരു കൊച്ച് എവിടുന്നോ കണ്ണാടി ഒപ്പിച്ചുകൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ കണ്ണാടിയിൽ നോക്കണം എങ്ങനെയുണ്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടതെന്ന് ഞങ്ങൾ നോക്കി ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ലാവണ്യാണെങ്കിൽ മിസ്സ് വായിക്കാൻ പറഞ്ഞപ്പോൾ ദേ വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് അവളെ ചിരിപ്പിക്കാൻ. ലോലിപോപ്പ് കഴിച്ചുകൊണ്ട് പോകുക. ബിക്കോസ് കഴിക്കാൻ ലോലിപോപ്പ് കഴിച്ചു, ഒരു പിസ്താ മിൽക്കും കഴിച്ചു. ഇത് നമ്മളിങ്ങനെ നടക്കുക. നമ്മുടെ കോളേജ് ക്യാമ്പസ് ലഞ്ച് ബ്രേക്കാണ്. ഞങ്ങൾക്ക് എനിക്ക് തന്നോ? വിളിക്കത്ത് പോലും ഇല്ലെന്ന്. ഒറ്റയ്ക്കല്ലായിരുന്നു ഞാൻ. തിന്നുന്ന കാര്യത്തിൽ ആളും ആരും വിളിക്കാറില്ല അല്ലേ? നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. അതായത് ലോലിപോപ്പ് തിന്നുമ്പോൾ ലോലിപോപ്പിനെക്കാട്ടിലും കൂടുതൽ ആ സ്റ്റിക്കിലുള്ളത് എന്താണ്? ഇപ്പുറത്ത് വേറെ ബ്ലോഗുകൾ തോന്നുന്നു ഇങ്ങനെയൊക്കെ പിടിച്ചോണ്ട്. ഒരു മയക്ക് അഭിയമോളുടെ കൊടുക്കണമെങ്കിൽ അഭിയമോള് പറയും ഞങ്ങൾ മൂന്നുപേരും ബെസ്റ്റ് ഫ്രണ്ട്സാ, ഞങ്ങൾ മൂന്നുപേരും കഴിഞ്ഞാണ്. നമ്മള് കാട്ടുള്ളി നൈസാനത്തിന്റെ പേര്. ഇത് നമ്മുടെ ടൂർ പോയപ്പോൾ മേടിച്ചത്. മൈഗ്രെയിൻ ഒക്കെ ഉള്ളവർക്ക് അടിപൊളിയാണ്. ഇങ്ങനെ മണക്കോണെങ്കിൽ നമ്മൾ സ്വർണ്ണം കാണുമെന്നാണ് നമ്മൾ പറയുന്നത്. ഇത് ട്രൈ ചെയ്യാൻ പോകണം. ഇപ്പൊ നനച്ച് തലവേദനടുത്തിരിക്കുന്നുണ്ട്. ഈ മൈഗ്രെയിൻ ഉള്ള ഒരു വ്യക്തിയാട്ടോ. എനിക്ക് രാവിലത്തെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ വെയിലും ഉണ്ടാലൊക്കെ മൈഗ്രെയിൻ നന്നായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമ്മളെ ട്രൈ ചെയ്യുമ്പോൾ ഇത് തേച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഇതിൻ്റെ ഒരു നീറ്റിൽ. ഇത് ഞാൻ ഒരു പ്രാവശ്യം അറിയാതെ ആരും എൻ്റെ മൂക്കിൽ കൊണ്ട് വെച്ചപ്പോൾ ഞാൻ തേച്ചാണ്. അപ്പം എനിക്ക് ആദ്യത്തെ ഒരു ടെൻഷനും പേടിയൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. ഇതേ ഇങ്ങനെ കിട്ടും. എനിക്ക് പക്ഷെ ഭയങ്കര ഒരു പേടി. മൈഗ്രെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ പോവാന്ന് പറയും. നമ്മുടെ ഇവിടെ എത്തുന്ന ടൈസാണ് ഇത്. എന്ത് വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ഇതാണ് നമ്മുടെ കാട്ടുള്ളി പ്രയോഗം. ബോറടിച്ചിട്ട് വയ്യ. രാവിലെ വന്ന പോലോ ഇപ്പൊ ഇരിക്കുന്ന പോലോ കണ്ട നമ്മള്. രാവിലെ എൻ്റെ മുടിയിൽ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട്. എന്താന്ന് പോലും എനിക്ക് അറിഞ്ഞില്ല.
വേണ്ട 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 ഒരു ആവശ്യമില്ല. മറ്റേ പിള്ളേർക്ക് വേണ്ടി എന്നിട്ടിപ്പോ ഞാൻ ഇവിടെ പോകുന്നില്ല. കാണിച്ചു വെച്ചിരിക്കുന്ന എന്റെ തലമുടിയില് കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ട ഈ മീനു ഗോപു എല്ലാം എവിടെയാണ് കാണിച്ചു വെച്ചേക്കുന്നത്. എനിക്ക് വയ്യ ഇനി എന്താണ് ചെയ്യേണ്ടത്. നമുക്ക് ആമിനയുടെ റിയാക്ഷൻ നോക്കാം. ബാക്കി ഓരോരുത്തരുടെ റിയാക്ഷൻ നോക്കൂ ഇത് കണ്ടിട്ട്. എന്നെ നോക്ക് എങ്ങനെയുണ്ട് അബിയ? ശ്രീലേഷ് ഇവളൊക്കെ ഉണ്ടോ? ഞങ്ങള് 3 പേര് ആ പുറകിരിക്കുന്നവള്. ഞങ്ങൾ ഇത്രയും പേര് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ചിരി കൺട്രോൾ ചെയ്യാനേ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ ഒരു ഐറ്റമാണ്. ഈ ക്ലാസ്സിലെ കുറച്ച് അലങ്കോലപ്പണികളാണ്. നമ്മൾ ഭയങ്കര രസമായിരുന്നു. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കും മിസ്സിൻ്റെ സെലിബ്രേറ്റ്. മിസ് അറിയാതെ ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാനായിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. മിസ് അൺഎക്സ്പെക്റ്റഡ്ലി ഞങ്ങളുടെ റൂമിലോട്ട് ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ റിയാക്ഷൻ ആയിരുന്നു കേട്ടോ അത്. പിന്നെ കുഴപ്പമില്ല, ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് നേരത്തെ മിസ് ഒന്ന് എത്തി നോക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടു. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? മിസ് അറിഞ്ഞു പോയി. നമുക്ക് മിസ് വന്നിട്ട് മിസ് അഭിനയിക്കണം. സർപ്രൈസ് മിസ് സർപ്രൈസ് കണ്ട് നമ്മളൊന്ന് പളകിയിരിക്കുകയാണ്. എന്നാലും വേണ്ടില്ല, നമ്മൾ ഡെക്കറേഷൻ കൊണ്ട് ഒന്നും കൂടെ നമ്മൾ കീഴടക്കുമെന്നും പറഞ്ഞ് നമ്മൾ പിന്നെ ഡെക്കറേഷൻ ചെയ്യുകയാണേ. നമ്മളെല്ലാം റെഡി ആക്കിയിട്ടിരിക്കുകയാണ്. ബാക്കിൽ വേണ്ട ഹാപ്പി ബർത്ത്ഡേ മിസ്. മിസ്സിൻ്റെ കേക്ക് ഇതിനകത്തൊരു ഗ്ലാസ് ഉണ്ട്, കാണിച്ചു തരാം. ഇതുണ്ടോ? നല്ല ഭംഗിയിട്ട് എല്ലാവരും ഓരോരോ പണികളിലാണ്. അവിടെ കുറച്ച് പേര് ബലൂൺ കോർക്കുന്നത്, ഇവിടെ കുറച്ച് പേര് ബലൂൺ കോർക്കുന്നത്. ഇവിടെയൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് 2-3 സ്ഥലത്ത്. ഞങ്ങളിങ്ങനെ ടയേർഡായിട്ടിരിക്കുകയാണേ. ഈ ബോർഡിൽ എഴുതിയത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയണം, ഞാൻ എഴുതിയതാണ്. അപ്പം നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. മിസ് ഒന്ന് കേക്ക് കട്ട് ചെയ്യുന്ന നല്ലൊരു വീഡിയോ എഡിറ്റ് ചെയ്തതുണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാവേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ഇനി കേക്ക് കഴിക്കുന്ന ധൃതിയിലാണ്. ഞങ്ങൾ കേക്ക് കഴിക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.